ഗുഡ് മോർണിംഗ് ടീം. എല്ലാവരെയും ഹാർദവമായി മോദി കെയർ ന്യൂ ലോഞ്ച് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോമേഷ് എം ജോസഫ്, കേരളത്തിന്റെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്തതായിട്ട് ലോഞ്ച് ചെയ്ത ഏതാനും പ്രോഡക്ട്സ് ആണ്. ട്രൂവെജ് ആന്റി കാവിറ്റി ടൂത്ത് പേസ്റ്റ്, ഹെർബൽ ടൂത്ത് പേസ്റ്റ്, അംല ഹെർബൽ ഓയിൽ ആൻഡ് കൂൾ ഹെർബൽ ഓയിൽ. ഇങ്ങനെ 5 പ്രോഡക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ലോണം പുഞ്ചിരിക്കാൻ ഇഷ്ടമാണ്. നമ്മൾക്ക് നല്ലോണം പുഞ്ചിരിക്കുന്നവരാണ്. അപ്പൊ പല്ലിന്റെ ഹെൽത്ത്, നല്ല പുഞ്ചിരിക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ്. നിങ്ങളുടെ പുഞ്ചിരി നിലനിർത്താനായിട്ട് ഫ്രഷ് മൊമെന്റ്സ് ബ്രാൻഡില് 2 ടൂത്ത് പേസ്റ്റ് ആണ് മോദി കെയർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഫ്രഷ് മൊമെന്റ്സ് ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് വിത്ത് 15 നാച്ചുറൽ ഹെർബ്സ്, അതുപോലെ തന്നെ ഫ്രഷ് മൊമെന്റ്സ് ആന്റി കാവിറ്റി ടൂത്ത് പേസ്റ്റ്. ഇങ്ങനെ 2 വ്യത്യസ്തമായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ പേസ്റ്റിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫ്രഷ് മൊമെന്റ്സ് ഹെർബൽ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള 15ഓളം ആയുർവേദിക് ഹെർബ്സിന്റെ, ഔഷധ സസ്യങ്ങളുടെ 15ഓളം ആയുർവേദിക് ഹെർബ്സിന്റെ, ഔഷധ സസ്യങ്ങളുടെ കോമ്പിനേഷൻ അടങ്ങിയ ഒരു പേസ്റ്റ് ആണ് ഫ്രഷ് മൊമെന്റ്സ് ഹെർബൽ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ്. നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കുന്നതിനും വായുടെ വൃത്തി, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായകമായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ് ഫ്രഷ് മൊമെന്റ്സ് ഹെർബൽ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ 15ഓളം ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ, ഔഷധ സസ്യങ്ങളുടെ കോമ്പിനേഷനാണ് ഈ ഒരു പ്രോഡക്റ്റ്. ലോങ്, നീം, ബബൂൾ, മിസ്വാക്, തുളസി, പുതിന, വജ്രദന്തി, മുലേത്തി എന്നിങ്ങനെയുള്ള 15ഓളം ഔഷധ സസ്യങ്ങളുടെ കോമ്പിനേഷനാണ്. ഈ ഔഷധ സസ്യങ്ങളുടെ കോമ്പിനേഷൻ പല്ലുകളുടെ കേടുപാടുകളെ തടയുന്നു. പല്ലുകളുടെ പുറമേയുള്ള ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്ത് പല്ലുകളെ സംരക്ഷിക്കുന്നു. ബാക്ടീരിയാസിൽ നിന്ന് നമ്മുടെ പല്ലുകളെ, ബാക്ടീരിയാസിന്റെ അറ്റാക്കിൽ നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കുന്നു. കാവിറ്റിയെ അകറ്റുന്നു. അതുപോലെ പല്ലുകളെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്ലേക്ക് ആൻഡ് ടാറ്റാർ ഫോർമേഷനെ ചെറുക്കുന്നു. മോണകളെ ആരോഗ്യമുള്ളതാക്കി മാറ്റി ഫൗൾ സ്മെൽ അകറ്റി ഗുഡ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് അകറ്റി റിഫ്രഷിംഗ് ബ്രെത്ത് നൽകുന്നതിനും ഈ ഒരു പേസ്റ്റ് സഹായകമാണ്. 15ഓളം ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷൻ അടങ്ങുന്ന ഈ പേസ്റ്റ് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വഴിയായിട്ട് പല്ലുകളും മോണകളും ആരോഗ്യമുള്ളതായി തീരുന്നു. പ്ലേക്ക് ഫോർമേഷനെ ചെറുക്കുന്നു. ബാഡ് ബ്രെത്ത് അകറ്റുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളോട് കൂടിയതായതുകൊണ്ട് മോണകൾക്ക് പൂർണ്ണ സംരക്ഷണമാണ് ലഭിക്കുന്നത്. ടൂത്ത് ഏക്ക്, പല്ലുവേദന കുറയുന്നതിൽ സഹായകമാണ്. അതുപോലെ ഗം ബ്ലീഡിങ്, മോണയിൽ നിന്ന് ചുകര വരുന്ന, ബ്ലഡ് വരുന്ന അവസ്ഥയാണ് ഗം ബ്ലീഡിംഗ് എന്ന് പറയുക. അത് കുറയ്ക്കുന്നതിന് സഹായകമാണ്. അതുപോലെ ഈ നീര് വന്ന പോലെ ഇരിക്കുന്ന മോണകളെ, അത് മോണയുടെ ആരോഗ്യത്തെ അഫക്ട് ചെയ്യുന്നതാണ്, ജിഞ്ചിവിറ്റീസ് എന്ന് പറയാറുണ്ട്, അതിനെ പ്രതിരോധിക്കുന്നു. കൂടാതെ മുലേത്തി എക്സ്ട്രാക്ട് വിറ്റാമിൻ ബിയുടെയും വിറ്റാമിൻ ഇയുടെയും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. അത് നമ്മുടെ മോണകളെ സംരക്ഷിക്കുന്നു, അതിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു. ടാറ്റാറിന്റെ പ്ലേക്കിന്റെ ഫോർമേഷനെ അകറ്റി പല്ലുകളെ സംരക്ഷിക്കുന്നു. ദന്തം ശുചിത്വം നിലനിർത്തുന്നു. ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളോട് കൂടിയതാണ് തുളസി ഓയിൽ. മൊത്തത്തില് മോണകളെയും പല്ലുകളെയും സംരക്ഷിക്കുന്നതിന് ഈ ഒരു പേസ്റ്റ് സഹായകമാണ്. അതുപോലെ മറ്റൊരു പേസ്റ്റ് ആണ് ഫ്രഷ് മൊമെന്റ്സ് ഡീപ് ക്ലീൻ ആന്റി കാവിറ്റി ടൂത്ത് പേസ്റ്റ്. ക്ലോവ് ഓയിലിന്റെയും യുക്കാലിപ്റ്റസ് ഓയിലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഫ്രഷ് മൊമെന്റ്സ് ഡീപ് ക്ലീൻ ആന്റി കാവിറ്റി ടൂത്ത് പേസ്റ്റ്. റെഗുലർ ആയിട്ട് ബ്രഷ് ചെയ്യുന്ന വഴിയായിട്ട് കാവിറ്റീസിനെ ഫൈറ്റ് ചെയ്യുന്നു. പ്ലേക്ക് ബിൽഡപ്പ് ചെറുക്കുന്നു. അതുപോലെ മോണകളെ സംരക്ഷിക്കുന്നു. റിഫ്രഷിംഗ് ബ്രെത്ത് നൽകാനായിട്ടും വായുനാറ്റം അകറ്റുന്നതിന് സഹായകമാണ്.
അതുപോലെ പൂർണ്ണമായിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഒരു പേസ്റ്റ് സഹായകമാണ്. യുക്കാലിപ്റ്റസ് ഓയിലിന്റെയും ക്ലോവ് ഓയിലിന്റെയും കോമ്പിനേഷനാണ്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് മോണകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ, രോഗങ്ങളെ ചെറുക്കുന്നതിനും ബാഡ് ബ്രെത്ത് അകറ്റുന്നതിനും സഹായകമാണ്. കൂടാതെ തന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ് ക്ലോവ് ഓയിൽ. ടൂത്ത് ഏക്ക്, പല്ലുവേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ബാഡ് ബ്രെത്ത് അകറ്റി റിഫ്രഷിംഗ് ബ്രെത്ത് നൽകുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ് സഹായകമാണ്. രണ്ട് പേസ്റ്റ് ഓൾറെഡി നമുക്ക് ഫ്രഷ് മൊമെന്റ്സിന്റെ രണ്ട് പേസ്റ്റ് ഉണ്ട്. അതിന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് രണ്ട് പേസ്റ്റും കൂടി നമുക്ക് മോദിക്ക് തന്നിരിക്കുകയാണ്. ഫ്രഷ് മൊമെന്റ്സ് ഹെർബൽ ടൂത്ത് പേസ്റ്റിന്റെ നെറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. 58 രൂപയാണ് MRP, 48 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, 25% ബിസിനസ് വോളിയാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ FM ആന്റി ക്യാവിറ്റി ടൂത്ത് പേസ്റ്റും 100 ഗ്രാം ആണ്. 48 രൂപയാണ് MRP, 40 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, 25% ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് പേസ്റ്റും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പം എല്ലാ തരം പേസ്റ്റിനും, അത് ഹെർബൽ പേസ്റ്റ് ആയിക്കോട്ടെ, ഫ്ലൂറൈഡ് പേസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ പേസ്റ്റിനും ഇന്ന് മാർക്കറ്റ് ഉണ്ട്. അപ്പം കൂടുതൽ കസ്റ്റമറിലോട്ട് നമുക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, അവരുടെ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കി, ഏത് പേസ്റ്റ് ആണോ അവർക്ക് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി ഈ 4-ന് ഏത് വേണമെങ്കിലും അവർക്ക് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല, ഇപ്പം നേരത്തെ നമ്മൾ രണ്ട് പേസ്റ്റ് കൊടുത്ത്, രണ്ട് ഓപ്ഷൻസ് ആണ് അവർക്ക് മുമ്പിൽ, കസ്റ്റമേഴ്സിന് മുമ്പിൽ കൊടുക്കാനുള്ളതെങ്കിൽ ഇപ്പം പല്ല് തേക്കാനായിട്ട് തന്നെ നമുക്ക് പേസ്റ്റിന്റെ കാര്യത്തിൽ 4 ഓപ്ഷൻസ് അവർക്ക് മുമ്പിൽ നിരത്താനായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് നമുക്ക് നീങ്ങാം. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് മോദിക്ക് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാഷ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആണ്. പേര് ഫ്രൂവെജ്. എന്താണ് ഈ പ്രോഡക്റ്റ്, എന്താണ് ഇതിന്റെ പ്രത്യേകത, എങ്ങനെ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നേടിത്തരുമെന്ന്. സാധ്യമാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും റോ ആയിട്ട് അതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിലാണ് അതിന്റെ 100% ഇഫക്റ്റീവ്നെസ് നമ്മുടെ ശരീരത്തിൽ ലഭ്യമാവുക. ഇതൊക്കെ അറിയാം. നമുക്കിത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടി നമ്മളെ നിരുത്സാഹപ്പെടുന്ന ഒരു ഘടകം അതിലുള്ള ഇംപ്യൂരിറ്റീസ് ആണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നോ റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മോളുകളിൽ നിന്നോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിലെ ഇംപ്യൂരിറ്റീസ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. എങ്ങനെയാണ് നമുക്കതിനെ അകറ്റാൻ സാധിക്കുക? ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ടാപ്പ് വാട്ടറിലോ റണ്ണിങ് വാട്ടറിലോ ഒക്കെ എത്ര തവണ തന്നെ കഴുകിയാലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേർട്ടും വാക്സസും ബാക്ടീരിയാസും പെസ്റ്റിസൈഡ്സിന്റെ അംശങ്ങളൊന്നും കൃത്യമായിട്ട് അതിൽ നിന്നും 100% നീങ്ങില്ല, അകലില്ല, മാറില്ല എന്നതുള്ളതാണ് നമ്മൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അതിനുള്ള സൊല്യൂഷനാണ് മോദിക്ക് ഫ്രൂവെജ്. നമ്മൾ അറിയാം, ഇനി കൊറോണ സ്പ്രെഡ് ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് ഫംഗസും ബാക്ടീരിയാസും ഡേർട്ടും വാക്സും മറ്റ് പെസ്റ്റിസൈഡ്സിന്റെ അംശങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അതിനൊരു മാർഗമാണ് ഫ്രൂവെജ്. എല്ലാത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇതൊരു സോപ്പ് ഫ്രീ ഫോർമുലേഷൻ ആണ്. സോപ്പ് കണ്ടന്റ്സ് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഡേർട്ട്, വാക്സസ്, ബാക്ടീരിയ, ജംസ്, പെസ്റ്റിസൈഡ്സ്, ഫംഗസ് ഇവയെല്ലാം നീക്കുന്നതിനും നമ്മുടെ ആഹരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും അതിന്റെ ഫ്രഷ്നെസ്സിലും ഗുണത്തിലും നമുക്ക് ലഭ്യമാക്കുന്നതിലും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പലപ്പോഴും
നമുക്കറിയാം നമ്മൾ അതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് തോലൊക്കെ ചിത്തി കളഞ്ഞിട്ടാണ് കഴിക്കുക. ആപ്പിളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം അതിന്റെയൊക്കെ തോലില് സ്കിന്നില് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം പലപ്പോഴും ഇത് കഴിക്കുന്ന അതേപോലെ റോ ആയിട്ട് കഴിക്കുന്നത് പെസ്റ്റിസൈഡ്സിന്റെ അംശങ്ങളും മറ്റു ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കൂടുന്നതിനും അത് രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ എന്താ ചെയ്യുന്ന തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ ഫ്രൂ വെജിലെ കഴുകി റോ ആയിട്ട് തന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇത് സോപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ സോപ്പ് കണ്ടന്റ് അടങ്ങാത്ത ഒരു ഫോർമുലേഷൻ ആണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേർട്ടും വാക്സസും ബാക്ടീരിയാസും ജേംസിനെയും പെസ്റ്റിസൈഡ്സിനെയും ഫംഗസിനെയും ഒക്കെ അകറ്റി അതിനെ വൃത്തിയാക്കി എടുക്കാൻ സഹായിക്കുന്നു. കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ്, യാതൊരുവിധ സ്മെല്ലോ അതിന്റെ റിമൈനിങ്സോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പഴങ്ങളിലും പച്ചക്കറികളിലും അവശേഷിക്കുന്നില്ല എന്നുള്ളതും നമ്മുടെ ഈ ഫ്രൂ വെജിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണ വെള്ളത്തിൽ നമുക്ക് അതിന് ശേഷം കഴുകിയെടുക്കാം. എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. 99.99% ജേംസിനെയും ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നീക്കം ചെയ്യുന്ന വഴിയായിട്ട് ഫ്രൂ വെജില് വൃത്തിയാക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ബാക്ടീരിയാസും വാക്സും ഡേർട്ടും ഒന്നും ഇല്ലാത്തതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതേ ആത്മവിശ്വാസം നമുക്ക് കഴിക്കാൻ സാധിക്കും. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വളരെ ഇഫക്റ്റീവ് ആയിട്ട് പെസ്റ്റിസൈഡ്സും വാക്സസും കെമിക്കൽസും ഇത് നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രൂ വെജില് വൃത്തിയാക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളും പെസ്റ്റിസൈഡ്സിന്റെയോ വാക്സിന്റെയോ കെമിക്കൽസിന്റെയോ അംശങ്ങൾ ഉണ്ടാവുന്നില്ല, റിമൈനിങ്സ് ഉണ്ടാവുന്നില്ല. അപ്പം പഴങ്ങളും പച്ചക്കറികളും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കംപ്ലീറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് നേടിയെടുക്കുന്നതിന് ഇത് സഹായകമാണ്. 100% സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗപ്പെടുത്തുന്നത് ആ സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയ പഴങ്ങളും പച്ചക്കറികളും സാധാരണ വെള്ളത്തിൽ കഴുകി യാതൊരു ഹെൽത്ത് അപര്യാപ്തവും ഇല്ലാതെ അല്ലെങ്കിൽ ഹെൽത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ്. 100% സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് കഴിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ക്ലോർഹെക്സാഡിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ IP സാധാരണ അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്താണ് ആരും ചോദിക്കാറ്, ഇത് എന്തുകൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബേസ്? ക്ലോർഹെക്സാഡിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ ആണ്. ഇത് സാധാരണ ഓറൽ കെയർ പ്രോഡക്ട്സിലും ലിക്വിഡ്സിലും മൗത്ത് വാഷിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സൊല്യൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഹെൽത്തി ആണെന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സൊല്യൂഷന്റെ ബേസ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ക്ലോർഹെക്സാഡിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ ആണ്. ഇത് 100% സേഫ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഓറൽ കെയർ പ്രോഡക്ട്സിൽ മൗത്ത് വാഷിലും ജെല്ലിലും ഒക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു ബേസ് ആണ് ഇത്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്. 100% ഇഫക്റ്റീവ് ആയിട്ട് ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഒക്കെ അകറ്റി അതുണ്ടാക്കുന്ന അസുഖങ്ങളെ അകറ്റുന്നതിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഓറൽ കെയർ പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 100% സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. സോപ്പ് ഫ്രീ ഫോർമുലേഷൻ ആണ്, സോപ്പ് കണ്ടന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മള് ഫ്രൂ വെജിൽ ക്ലീൻ ചെയ്തിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും റണ്ണിങ് വാട്ടറിൽ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിന്റെ യാതൊരു റിമൈനിങ്സും അവിടെ ഉണ്ടാവുന്നതല്ല. മാത്രമല്ല സോപ്പ് കണ്ടന്റ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ റിൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാനും എളുപ്പമാണ്. ക്ലോറിൻ അടങ്ങിയിട്ടില്ല, ആൽക്കഹോൾ അടങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ട് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് ലഭിക്കുന്നു. ഇത് വെച്ച് കഴുകുന്നതുകൊണ്ട് യാതൊരു ആഫ്റ്റർ ഇഫക്റ്റും ഉണ്ടാവുന്നില്ല. ക്ലോറിൻ അടങ്ങാത്ത, ആൽക്കഹോൾ അടങ്ങാത്ത, സോപ്പ് കണ്ടന്റ്സ് അടങ്ങാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. വളരെ കോൺസെൻട്രേറ്റ് ആണ്, വളരെ ഇക്കണോമിക്കൽ ആണ്. നമുക്ക് ഒരു 500 ml എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് വരുന്നത്. 50 തവണ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1 തവണയാണ് പഴങ്ങളും പച്ചക്കറികളും മേടിക്കുന്നുണ്ടെങ്കിൽ 50 ആഴ്ചകൾ നമുക്ക് ഉപയോഗിക്കാനുള്ള അത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ഇക്കണോമിക്കൽ ആണ്. സോപ്പ് ഫ്രീ ഫോർമുലേഷൻ ആണ്. സോപ്പ് കണ്ടന്റ്സ് അടങ്ങിയിട്ടില്ല, അതുപോലെ ക്ലോറിൻ അടങ്ങിയിട്ടില്ല, ആൽക്കഹോൾ അടങ്ങിയിട്ടില്ല, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടില്ല. 100% സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സാധാരണ മൗത്ത് വാഷിലും ലിക്വിഡ് ജെൽസിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്. വളരെ കോൺസെൻട്രേറ്റ് ആണ്. നമുക്ക്
50 വാഷസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 50 ആഴ്ചയോ ഒരാഴ്ചയിൽ 2 തവണ പർച്ചേസ് ചെയ്താണെങ്കിൽ 25 ആഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉപയോഗിക്കേണ്ട രീതി നമുക്ക് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എന്ന രീതിയിൽ സൊല്യൂഷൻ എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 ml, നമ്മുടെ 500 ml നമുക്ക് 50 തവണ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എടുക്കുക. എന്നിട്ട് നമ്മൾ പുറമേ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പഴങ്ങളും പച്ചക്കറികളും അതിനകത്ത് ഒരു 3 മിനിറ്റ് സോക്ക് ചെയ്യുക. ഒരു 3 മിനിറ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് ആ സൊല്യൂഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഫ്രൂട്ടും വെജിറ്റബിളും എന്ത് ചെയ്യുക, കൈകൊണ്ട് റബ്ബ് ചെയ്ത് ആ സൊല്യൂഷൻ തന്നെ ക്ലീൻ ചെയ്യുക. ഒരു സ്റ്റെയിനർ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലോണം വെള്ളത്തിൽ റിൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ടാപ്പ് വാട്ടറിൽ നമുക്ക് റിൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നും കൂടി പറയാം ഉപയോഗിക്കേണ്ട രീതി. 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എന്ന രീതിയിൽ സൊല്യൂഷൻ എടുക്കുക. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പഴങ്ങളും പച്ചക്കറികളും 3 മിനിറ്റ് സോക്ക് ചെയ്യുക. ഇത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം സാധാരണ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് സോക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ വെറും 3 മിനിറ്റ് മാത്രമേ നമ്മുടെ ഫ്രൂവെജിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ആ സൊല്യൂഷനിൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ സൊല്യൂഷനിൽ വെച്ച് തന്നെ കൈകൾ കൊണ്ട് റബ്ബ് ചെയ്ത് ഓരോ ഫ്രൂട്ടും വെജിറ്റബിളും ഇൻഡിവിജ്വൽ ആയിട്ട് പിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, വൃത്തിയാക്കുക, കൈകൊണ്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റെയിനർ അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി നല്ല രീതിയിൽ ടാപ്പ് വാട്ടറിലോ റണ്ണിങ് വാട്ടറിലോ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. 3 മിനിറ്റ് സോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഇൻഡിവിജ്വൽ പീസസും എടുത്ത് റബ്ബ് ചെയ്താൽ മാത്രമാണ് അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള വാക്സിനെയൊക്കെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് റബ്ബ് ചെയ്യാനായിട്ട് പറയുന്നത്. 288 രൂപയാണ് MRP. 500 ml ആണ് നെറ്റ് കണ്ടന്റ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ആഴ്ചയിൽ ഒരു തവണ പഴങ്ങളും പച്ചക്കറികളും മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 50 തവണ ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 തവണ പഴങ്ങളും പച്ചക്കറികളും മേടിക്കാനാണെന്നവരാണെങ്കിൽ പോലും നമുക്ക് 25 തവണ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. 150% നമുക്ക് ബിസിനസ് വോളിയം ലഭിക്കുന്നുണ്ട്. 125 ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. ഇത്രയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് 2 പ്രോഡക്ട്സും കൂടി ഇന്നത്തെ സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ തലമുടിയുടെ സംരക്ഷണത്തിന് 2 ഹെയർ ഓയിലാണ് മോദി കെയർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി തന്നെ നമുക്കൊരു ഹെയർ ട്രീറ്റ്മെന്റ് ഓയിൽ ഉണ്ട്. മൊറോഗൻ അർഗൻ ഓയിൽ റേഞ്ചിലെ ഹെയർ ട്രീറ്റ്മെന്റ് ഓയിൽ നമുക്ക് ലഭ്യമാണ്. ഇത് സ്വാഭാവികമായിട്ട് തന്നെ നമ്മളെല്ലാം എണ്ണ തേച്ച് കുളിക്കുന്നവരാണ്. എണ്ണ തേച്ച് തലയൊക്കെ മസാജ് ചെയ്ത് തലമുടിയൊക്കെ മസാജ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ കുളിക്കുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള നമ്മുടെ ശീലത്തിനൊത്ത് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹെയർ ഓയിൽ. നമുക്ക് 2 വേരിയൻസ് നമുക്ക് ലഭ്യമാണ്. അമല നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ, അതുപോലെ തന്നെ സലൂൺ പ്രൊഫഷണൽ ബ്രാൻഡിലെ ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിൽ. സലൂൺ പ്രൊഫഷണൽ ബ്രാൻഡിൽ തന്നെയാണ് അമല ഹെയർ ഓയിൽ ഉള്ളത്, ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിൽ ഉള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് ഹെയർ ലോസ്, തലമുടി നഷ്ടപ്പെട്ടു പോകുന്നത്, പൊഴിഞ്ഞു പോകുന്നത്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ, ആരോഗ്യമില്ലാത്ത ഡാമേജ്ഡ് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വിളർന്നു പോകുന്ന സ്പ്ലിറ്റൻസ് ഉള്ള മുടി, അകാരണമായിട്ടുള്ള ഹെയർ ഫോൾ, അകാരണമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, പ്രീമച്ചുവർ ഗ്രെയിൻ, മുടിയിഴകളുടെ സ്വാഭാവികമായിട്ടുള്ള കറുത്ത കളർ കുറഞ്ഞു വരുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രീമച്ചുവർ ആയിട്ട് അതാണ് പ്രീമച്ചുവർ ഗ്രെയിൻ എന്ന് പറയാം. ഡാൻഡ്രഫ്, നമ്മളിൽ നിന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഡാൻഡ്രഫ്. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും സ്കാൽപ്പിൽ ഉണ്ടാകും. ഒരു പരിധിയിൽ കൂടുതലായാലും മാത്രമാണ് പ്രശ്നമായി മാറുന്നത്. അതുപോലെ ഒരു 80 മുടിയൊക്കെ ഒരു ദിവസം പൊഴിയുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു 80 മുതൽ 120 മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നു, സ്വാഭാവികം തന്നെയാണ്. ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഒട്ടും വഴക്കമില്ലാത്ത ഒതുക്കമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഹെയർ, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഇറിറ്റേഷൻ, നമുക്ക് എപ്പോഴും ഒരു ഇച്ചി ഫീലിംഗ് സ്കാൽപ്പിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹെഡേക്ക്. ഇതെല്ലാം നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ മുത്തശ്ശിമാരൊക്കെ ഓയിൽസ്, നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് മിക്സ് ചെയ്ത് അതിനെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുമായിരുന്നു,
നമ്മളതിനെ പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് തിളപ്പിച്ച് അതിനെ നമ്മൾ ഹെയർ ഓയിൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓയിൽ ഉപയോഗിച്ച് നമ്മൾ റെഗുലർ ആയിട്ട് ഹെഡും ഹെയറും ഒക്കെ മസാജ് ചെയ്യുമായിരുന്നു. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ധാരാളം ബെനിഫിറ്റ്സ് ലഭിക്കും. ഒന്നാമതായിട്ട് ഹെയർ ഫോളിക്കിൾസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് ഹെയർ റൂട്ട്സിൽ ധാരാളം ന്യൂട്രിയൻസും ഓക്സിജനും ബ്ലഡും ഒക്കെ ലഭിക്കുന്നു. അത് മുടിയിഴകളുടെ വളർച്ചയെ സഹായിക്കുന്നു. അതുപോലെ നമുക്കൊരു കാമ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സേഷൻ നൽകുന്നതിനും സ്ട്രെസ് കുറയുന്നതിനും ഈ ഹെഡ് ഓയിൽ അല്ലെങ്കിൽ ഹെഡ് മസാജ് നമുക്ക് സഹായകമായിരുന്നു. കൂടാതെ അത് ഒരു സ്കാൽപ്പിനോട് കണ്ടീഷനിങ് ഇഫക്റ്റ് കൊടുക്കുമായിരുന്നു. സ്കാൽപ്പിലെ മോയ്സ്ചറൈസേഷനെ നിലനിർത്തുമായിരുന്നു. കൂടാതെ ഹെയർ റൂട്ടിനെ ഉള്ളിറങ്ങി ചെന്ന് അതിനെ സ്ട്രെങ്തൻ ചെയ്യും. കൂടാതെ സ്കിന്നിനെ വാമപ്പ് ചെയ്യുന്ന വഴിയായിട്ട് ബ്ലഡ് ഫ്ലോയും ബ്ലഡ് സർക്കുലേഷനും മെച്ചപ്പെടുന്നു. അത് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഹെയർ ഫോളിക്കിൾസിൽ ലഭ്യമാകുന്നതിനും ഹെയർ റൂട്ട്സിൽ ലഭ്യമാകുന്നതിനും അത് മുടിയിഴകളുടെ വളർച്ചയെ സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓയില് ഉപയോഗിച്ച് ഹെഡ് മസാജും ഹെയർ മസാജും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ധാരാളം ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നു. നമുക്കതിനും സമയമില്ല. അതുപോലെ എണ്ണ കാച്ചിയെടുക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് മോദി കെയർ 2 വ്യത്യസ്ത തരം ഹെയർ ഓയില് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സലൂൺ പ്രൊഫഷണൽ ബ്രാൻഡിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അംല നോൺ സ്റ്റിക്കി ഹെയർ ഓയിലും ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിലും, ഇങ്ങനെ 2 ഓയിൽസ് ആണ്. നമുക്ക് ഓരോന്നിനെയും വിശദമായിട്ട് പരിചയപ്പെടാം. അംല നോൺ സ്റ്റിക്കി ഹെയർ ഓയിലിന്റെ പ്രത്യേകത അംല എക്സ്ട്രാക്ടിന്റെയും ആൽമണ്ടിന്റെയും റോസ്മേരി ഓയിലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അംല എക്സ്ട്രാക്ടിന്റെയും ആൽമണ്ടിന്റെയും റോസ്മേരി ഓയിലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അംല നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ. ഇത് ഉപയോഗിക്കുന്ന വഴിയായിട്ട് നമ്മുടെ ഹെയർ ഫോൾ കുറയുന്നതിനും മുടി പൊഴിച്ചിൽ കുറയുന്നതിനും പ്രിമച്വർ ഗ്രേയിങ്, നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുത്ത കളർ നഷ്ടപ്പെട്ടു പോകുന്നതിലും സഹായകമായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അംല എക്സ്ട്രാക്ടിന്റെയും ആൽമണ്ടിന്റെയും റോസ്മേരി ഓയിലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ മുടിയിഴകളെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നു, സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നു, അതിന്റെ തിളക്കം വീണ്ടെടുക്കുന്നു, ഷൈനിങ് വീണ്ടെടുക്കുന്നു. അതോടൊപ്പം തന്നെ മുടിയിഴകളുടെ ഡൾനെസ് അകറ്റി അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അംല എക്സ്ട്രാക്റ്റും ആൽമണ്ടും റോസ്മേരിയുമാണ്. അപ്പം അംല എക്സ്ട്രാക്റ്റിന്റെ ഗുണങ്ങളും ആൽമണ്ടിന്റെ ഗുണങ്ങളും റോസ്മേരിയുടെ ഗുണങ്ങളും നമുക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ലഭിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അംല നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന വഴിയായിട്ട് നമ്മുടെ മുടിയിഴകളെ റൂട്ടിൽ നിന്ന് തന്നെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു, മുടിയിഴകളെ സംരക്ഷിക്കുന്നു. ഹെയർ ഗ്രോത്ത്, മുടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. പരമാവധി മോയ്സ്ചറൈസേഷൻ സ്കാൽപ്പിൽ കൊടുത്ത് ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്ന അവസ്ഥയെ അകറ്റുന്നു, ഇച്ചി സ്കാൽപ്പ് എന്ന് പറയുന്ന അവസ്ഥയെ അകറ്റുന്നു. കൂടാതെ മുടിയിഴകളുടെ സ്വാഭാവികമായിട്ടുള്ള കളർ നഷ്ടപ്പെട്ട് ഗ്രേയിങ് വന്നു ചേരുന്നത്, നര വന്നു ചേരുന്നത് തടയാനും ഈ പ്രോഡക്റ്റ് സഹായകമാണ്. ഉപയോഗിക്കേണ്ട രീതി, നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രോഡക്റ്റ് ഉള്ളം കൈയിലോട്ട് എടുത്ത് ശരിയായ രീതിയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം തലമുടിയിലും സ്കാൽപ്പിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലമുടിയുടെ മുകളിൽ മാത്രം തൂത്താൽ പോരാ, നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങത്തക്ക രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാം. എന്നിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. കുളിക്കുമ്പോൾ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. സലൂൺ പ്രൊഫഷണൽ അംല നോൺ സ്റ്റിക്കി ഹെയർ ഓയിലിന്റെ പ്രത്യേകത നമ്മുടെ മുടിയിഴകളെ അത് ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. ഹെയർ ഗ്രോത്ത്, മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു. സ്കാൽപ്പിലെ മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നു. സ്കാൽപ്പിലെ മോയ്സ്ചറൈസേഷൻ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കൂടാതെ നമുക്കറിയാം അംല സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കും. ആ കൂളിംഗ് ഇഫക്റ്റും മുടിക്ക് വളരാനുള്ള ഒരു അനുകൂല സാഹചര്യം ഒരുക്കുന്നതിൽ സഹായകമാണ്. നമ്മുടെ മുടിയിഴകളുടെ
സ്വാഭാവികമായിട്ടുള്ള തിളക്കം, ഷൈനിങ് അല്ലെങ്കിൽ അതിന്റെ കളർ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാനായിട്ടും ഇതിന് സാധ്യമാണ്. ഉപയോഗിക്കേണ്ട രീതി, നമുക്ക് ആവശ്യമുള്ള അത്രയും ഉള്ളം കൈയിലോട്ടെടുത്ത് 2 കൈയിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പില് എത്തത്തക്ക രീതിയിൽ ഹെയർ റൂട്ട്സിലോട്ട് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് കൂൾ ഹെർബൽ ഓയിൽ ആണ്. ഇന്ന് നമുക്കറിയാം ഹെയർ ഓയിലിന്റെ മാർക്കറ്റ് അത്രയും വാസ്റ്റ് ആണ്. ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അപ്പം ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നേരത്തെ കണ്ടു നമുക്ക് 4 പേസ്റ്റ് ഇപ്പോൾ ഉണ്ടെന്ന് കണ്ടു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹെയർ ഓയിൽസ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പൊ അതിലൊരു ഹെയർ ഓയിലാണ് കൂൾ ഹെർബൽ ഓയിൽ. ഇത് ഹെഡ് മസാജിന് മാത്രമല്ല ബോഡി മസാജിനും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഓയിലാണ്, അല്ലെങ്കിൽ ഹെയർ ഓയിലാണ്. സോ സ്കാൽപ്പിലും നമ്മുടെ ശരീരഭാഗങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഓയിലാണ് ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിൽ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ ഒരു കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കുന്നതിനും മുടിക്ക് വളരാനും പരിപോഷിക്കാൻ മുടിക്ക് വളരാനും ആയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആ സ്കാൽപ്പിലെ കൂളിംഗ് ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി സാധ്യമാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള 9ഓളം ആയുർവേദിക് ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ കൂൾ ഹെർബൽ ഓയിൽ. തലവേദന അകറ്റുന്നത്, ഇതിൽ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുന്നത് തലവേദന അകറ്റാൻ സഹായകമാണ്, ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ നമുക്ക് നല്ല ഉറക്കം തരുന്നു, ടെൻഷൻ അകറ്റുന്നു. സാധാരണ ഹെയറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ലൈക്ക് ഹെയർ ഫോൾ, അകാരണമായിട്ടുള്ള മുടി പൊഴിച്ചിൽ, അൺനാച്ചുറൽ ബോൾഡ്നെസ്, നമ്മുടെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കഷണ്ടിയായി മാറുന്ന അവസ്ഥ, ഗ്രേ, മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള തിളക്കവും കളറും നഷ്ടപ്പെട്ടു പോയത് ഡള്ളാവുന്നത്, ഡ്രൈനസ്, സ്കാൽപ്പിലെ ഡ്രൈനസ്, ഹെയറിലെ ഡ്രൈനസ്, ഡാൻഡ്രഫ്, അതുപോലെ ഇച്ചി സ്കാൽപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കൺസേൺസിനും ഒരു പരിഹാരമാണ് ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിൽ. മെന്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സ്ട്രെസ് അകറ്റി നമുക്ക് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഉണർവ് നൽകുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷന്റെ തോത് മെച്ചപ്പെടുത്തുന്നു, നമുക്ക് റിലാക്സേഷൻ നൽകുന്നു, ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നൽകുന്നു, അതുപോലെ തന്നെ മസിലിനെ ടോൺ അപ്പ് ചെയ്യുന്നു, ഹെയർ ടിഷ്യൂസിനെ മെച്ചപ്പെടുത്തുന്നു, അതിനെ പരിപാലിക്കുന്നു. അതുപോലെ ശരീരത്തിന്റെ പെയിൻ, ബോഡി പെയിൻ ഉണ്ടെങ്കിൽ, ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഈ ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിൽ സഹായകമാണ്. ഇവൻ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹെഡ് മസാജിനും ഈ ഒരു പ്രോഡക്റ്റ് സപ്പോർട്ടീവാണ്. ഉപയോഗിക്കേണ്ട രീതി നേരത്തെ കണ്ട പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എടുക്കുക, ഉള്ളം കൈയിലോട്ട് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് ഹെയർ റൂട്ട്സിൽ എത്തത്തക്ക രീതിയിൽ, സ്കാൽപ്പില് എത്തത്തക്ക രീതിയിൽ, ഹെയർ റൂട്ട്സിൽ എത്തത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതി. ഇനി സാധാരണ നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ടിപ്സ് ഉപയോഗിക്കുന്നത് പരമാവധി ഇഫക്റ്റീവ്നെസ് നേടിത്തരുന്നതിന് സഹായിക്കും. എന്തൊക്കെയാണ് നമുക്ക് ആ ടിപ്പ് നോക്കാം. നമ്മൾ എപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താലും സ്കാൽപ്പില് എത്തത്തക്ക രീതിയിലും ഹെയർ റൂട്ട്സിലോട്ട് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യത്തക്ക രീതിയിലും അപ്ലൈ ചെയ്യാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഒരാഴ്ചയിൽ തന്നെ ഒരേ ഓയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കാതെ മാറി മാറി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസം കൂൾ ഹെർബൽ ഓയിൽ ഉപയോഗിക്കാം, ഒരു ദിവസം അംല ഹെയർ ഓയിൽ ഉപയോഗിക്കാം, ഒരു ദിവസം നമ്മുടെ വീട്ടിലൊക്കെയുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ മൊറോക്കൻ അർഗൻ ഓയിൽ റേഞ്ചിലെ ഹെയർ ട്രീറ്റ്മെന്റ് ഓയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ഓവർ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതലായിട്ട് ഒന്ന് തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിക്ക് അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് ചിലപ്പോൾ കുറഞ്ഞു പോവാം. അത് അകറ്റി നമുക്ക് എല്ലാ ഓയിൽസിന്റെയും എല്ലാ ബെനിഫിറ്റ്സും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ പറയുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മുടെ തലയിൽ, സ്കാൽപ്പിലും ഹെയറിലും ആ ഓയില് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 30 മിനിറ്റെങ്കിലും കഴിഞ്ഞ് മാത്രമാണ്, 30-45 മിനിറ്റിന് കഴിഞ്ഞ് മാത്രമാണ് നമ്മളത് കഴുകിക്കളയാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക. കൂടാതെ ആഴ്ചയിൽ ഒരു തവണ
എൻറ്റയർ നൈറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് എൻറ്റയർ നൈറ്റിൽ നമ്മൾ ഈ ഹെയർ ഓയിൽ തലയിൽ ആഴ്ചയിൽ ഒരു തവണ എൻറ്റയർ നൈറ്റ് തലയിൽ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഒരിക്കലും തലമുടി ചൂടുവെള്ളത്തിൽ കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേർലി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ചുരുണ്ട മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഓയിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ഓയിലിങ്ങിന്റെ ആവശ്യകത വരില്ല. ഇതൊക്കെയാണ് നമുക്ക് ജനറലി നമ്മൾ ഓയിലിംഗ് നടത്തുമ്പോൾ, ഹെയർ ഓയിലിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പാക്ക് സൈസ് എന്ന് പറയുന്നത് 100 ml ആണ്. MRP 90 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 75 രൂപയാണ് ആയുർവേദിക് കൂൾ ഹെർബൽ ഓയിലിന്റെ. അതേസമയം 65 രൂപയാണ് അംല ഹെയർ ഓയിലിന്റെ MRP. 55 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 40% ബിസിനസ് വോളിയം, 22 ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കും. ഈ രണ്ട് ഓയിലും നമുക്ക് മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓവർ എക്സ്പോഷർ അകറ്റാനായിട്ട്. ഇത്രയും പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഈ 5 പ്രോഡക്ട്സിനെ പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പസമയം ഡിസ്കഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം.